വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നെയ്ച്ചോറ്, നാൻ, പൊറോട്ട എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ചിക്കൻ ടിക്ക മസാല എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കുക. 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള പൊടിയായി കട്ട് ചെയ്താണിത്. 4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 കപ്പ് ടൊമാറ്റോ പ്യൂരി, തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത്, ഫ്രഷ് ക്രീം, 4 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. തൈര് അധികം പുളിയില്ലാത്ത വേണം എടുക്കാൻ. ഇത് നല്ലവണ്ണം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ 1 മണിക്കൂർ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയ്ക്ക് വേണമെങ്കിലും വെക്കാം, അത്രയ്ക്ക് നല്ലതാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായാൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. നന്നായി ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് മറുഭാഗം ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഓയിലൊന്നും ഒഴിക്കാതെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇതും മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് ഫ്രൈ ആക്കി വെച്ചതിന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സബോള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. തക്കാളിയും കുക്കായി വരണം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് 1 മിനിറ്റ് നേരം
വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരിയ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് നേരം കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ വെന്ത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അടിപൊളി റെസിപ്പിയാണ്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുക. സർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ചിക്കൻ ടിക്ക മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.